ഞാൻ ലൈവിൽ വരാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്ന സംഗതി എന്താണെന്നറിയോ? ഈ സംഗതികൾ എന്റെ മെമ്മറിയിൽ വരുമ്പോ ആരിഫ് ഹുസൈൻ സംസാരിച്ചു വെച്ചതിന്റെ എത്രയോ ടോപ്പിൽ ഞാൻ സംസാരിച്ചു പോകുമോ എന്ന ഭയമാണ് എന്നെ അതിൽ നിന്ന് പിൻവലിപ്പിക്കുന്നത്. ആരിഫ് ഹുസൈൻ സംസാരിച്ചു വെക്കുന്ന ഒരു മാർജിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ഒരു ലെവല്, അതിന്റെ എത്രയോ ടോപ്പിൽ ഞാൻ സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അത്രയേറെ അനുഭവിച്ചു തീർത്തിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ. മുജാഹിദ് പണ്ഡിതന്മാരോടും നേതാക്കന്മാരോടും വെറുതെ എന്നെ കൊണ്ട് അതൊന്നും വിളിച്ച് പറയിപ്പിക്കരുത് എന്നും ഒരു റിക്വസ്റ്റ് മാത്രമാണ് തൽക്കാലം ഈ ലൈവിൽ പറയാനുള്ളത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടണത്? ഈ പൊതുസമൂഹം മണ്ടന്മാരാന്ന് വിചാരിച്ചോ? ഈ പൊതുസമൂഹത്തിൽ ഞാൻ എത്രയോ പൊതുസമൂഹത്തിലുള്ള മെമ്പർമാരോട് ഈ സംഗതികൾ ഞാൻ അനുഭവിച്ച് തീർത്ത് പറയുമ്പോൾ അവരെന്നോട് ചോദിക്കണം, നിങ്ങൾ എന്താ മന്ദബുദ്ധിയായിരുന്നോ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു അടിമയായിരുന്നോ? എന്തിനാ ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തൗഹീദാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവരുടെ കൂടെ ഈ പറഞ്ഞ കേരളത്തിന്റെ ആറ്റം മുതൽ ഏറ്റം വരെ ഇസ്ലാമിന്റെ ദാവത്തുമായിട്ട് നിങ്ങൾ നടന്നത്? ആദ്യത്തെ ദിവസം തന്നെ ഈ പറയുന്ന പട്ടിയെ തല്ലും പോലെ ചവിട്ടിക്കൂട്ടി മൂത്രത്തിൽ കുളിച്ചേക്കുന്ന ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് തന്നെ പുറത്തിറങ്ങണ്ടേ? മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തണ്ടേ? പറയണ്ടേ ഇവരുടെ തെമ്മാടിത്തരങ്ങൾ? ഈ തെമ്മാടികൾ അക്രമികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഇവരുടെ ഈ മുക്കൂട്ട മുന്നണി, ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ബിസിനസ്, ഈ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണ്ടേ എന്നാണ് പല ആളുകളും എന്നോട് പറഞ്ഞത്.